ഞമ്മക്കാകെ ഭൂമിയിൽ 2 വാഹനത്തിലാണ് യാത്ര ചെയ്യാനുള്ളത്. ഒന്ന് തുടക്കത്തിലെ വാഹനം ഏതാ? ഉമ്മയുടെ കൈ. അല്ലാഹു റബ്ബി, ഉമ്മയുടെ കൈയാണ് നമ്മുടെ ആദ്യത്തെ വാഹനം അല്ലേ? ആ കയ്യിൽ മലർന്നിങ്ങനെ കിടന്നു. ഇവിടുന്ന് ഉമ്മ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു, അവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു. ഉമ്മയുടെ കൈയാണ് ആദ്യത്തെ വാഹനം അല്ലേ? മലർന്നിങ്ങനെ കിടക്കുക, വല്ലതിനും കയ്യോ. എന്നാൽ അവസാനത്തെ വാഹനം ഇതേപോലെയാണ്, മലർന്ന് കിടക്കേണ്ടി വരും. അതേതാ വാഹനം? അല്ലാഹു റബ്ബി, പുതിയ ഒരു ബൈക്ക് വരുമ്പോഴേക്ക് കുട്ടിയെ കൈമൊന്ന് കയറി നോക്കായിട്ട്, പുതിയൊരു കാറ് കാണുമ്പോഴേക്ക് അമ്മക്കാരും ഒന്ന് കയറി നോക്കായിട്ട്, നമ്മൾ ആ മയ്യത്തും കാട്ടിൽ എത്രയായി പള്ളിക്കൽ ആരെങ്കിലും ഒന്ന് കയറി നോക്കിയോ? ഞാൻ ഇന്നാൾ അബുദാബിയിൽ നിന്ന് പ്രവാസികളോട് വരെ ചോദിച്ചു, നിങ്ങൾ ലീവിന് പോയപ്പോൾ ഒരു ദിവസം ഒന്ന് നോക്കിയോ? നിങ്ങൾ എത്രയായി മയ്യത്തും കാട്ടിൽ അവിടെ കിടക്കണം? നമ്മളാരോ കയറി നോക്കിക്കണം, ഒരു സാമ്പിളിന് ഒന്ന് കയറി നോക്കിക്കോളി. ഓർക്കണം, നമ്മളെ കാത്തു ഒരു വാഹനം നിൽക്കുന്നുണ്ട്, മലർന്ന് കിടക്കേണ്ടി വരും. നമ്മുടെ തുടക്കം, നമ്മുടെ ഒടുക്കം ഒന്ന് ചിന്തിക്കണം. ഗർഭാശയത്തിലൊക്കെ ഫ്രീ ആണ്, കബറിൽ ഒരു ഫീൽസ് ഫ്രീ കിട്ടൂല. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ കാവലാകണം റഹ്മാനെ. ആ കബറിലേക്കുള്ള തയ്യാറെടുപ്പ്, ഉമ്മയുടെ ഗർഭാശയം പോലെ കബർ നമുക്കൊരു മിനി സ്വർഗമാകണം. ആ സ്വർഗമാകുന്നതിന് വേണ്ടിയുള്ള ഉത്സാഹമാണ് മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അത് ആലോചിച്ചു. അവരിങ്ങനെ ചൊല്ലി ആയിരക്കണക്കിന് ദിക്റ്, ആയിരക്കണക്കിന് സ്വലാത്ത്. അല്ലാഹു റബ്ബി, നമ്മൾ ഈ സാധുക്കളായ നമ്മളുണ്ടല്ലോ, ദിക്റ് മാത്രം ചൊല്ലിയിരുന്നാൽ നമുക്ക് വേറെ പണിയെടുക്കണ്ടേ? അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട്. അധികമായി ദിക്റ് ചെല്ലുന്ന ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? അധികം എന്ന് പറഞ്ഞത് പറഞ്ഞ സമയത്തൊക്കെ ചെയ്യാം. നമ്മളിങ്ങനെ ഒരുത്തിയിരുന്നിട്ട് 10,000 ചൊല്ലി തീർക്കാൻ തന്നെ അതെപ്പോഴെങ്കിലും സാധിക്കുള്ളൂ. മറിച്ച് ചെരുപ്പ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, കണ്ണാടി നോക്കുമ്പോൾ ചൊല്ലേണ്ടത്, ഷർട്ട് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്, പള്ളിക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ചൊല്ലേണ്ട ദിക്റുണ്ടോ അല്ലേ? അതൊക്കെ മറക്കാതെ ചെല്ലാൻ അല്ലാഹു ഭാഗ്യം തരും.